പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങൾ ഐശ്വര്യമുളവാക്കുന്നവയായിരുന്നുവെന്ന് പ്രമുഖ വ്യവസായി ഗോകുലം ഗോപാലൻ. ഗുരുവായൂരിൽ ദൂരദർശൻ വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രിയുടെ ഐശ്വര്യമുള്ള ഒരു നിമിഷങ്ങളായിരുന്നു അത്. കാരണം ഇന്ന് മാത്രമല്ല, ആ കല്യാണത്തിൻ്റെ കൂടെ തന്നെ 10-30 പേരെ കല്യാണം സമയം ലേറ്റ് ആയതിൻ്റെ പേരിൽ അവരെ അനുഗ്രഹിച്ച ശേഷമാണ് ഈ കല്യാണം നടത്തിയത്. അതുകൊണ്ട് ഇതൊരു ഒരു ലോകത്തിൻ്റെ ഒരു മാതൃകയാണ് ഇന്നത്തെ കല്യാണം. അതാണ് ഏറ്റവും വലിയ ഇഷ്ടം. കാരണം 30 പേര് കല്യാണം സമയം ലേറ്റായിപ്പോൾ എന്നതുകൊണ്ട് ആ കല്യാണത്തിന് അവരെ ആശീർവാദം ചെയ്ത ശേഷം മാത്രമാണ് സുരേഷ് ഗോപിൻ്റെ കല്യാണത്തിൽ പങ്കെടുത്തത്. അത് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നല്ലൊരു ഐശ്വര്യമുള്ളൊരു കല്യാണമായിരുന്നു സുരേഷ് ഗോപി. അദ്ദേഹത്തിൻ്റെ സാമീപ്യം നടന്ന കല്യാണം. കാരണം അദ്ദേഹം ഒരു 10-15 ദിവസം മുമ്പാണ് കേരളത്തിൽ വന്നു പോയത്. മറുപടിയും ഇവിടെ വരാനുള്ള പ്രധാനപ്പെട്ട അദ്ദേഹത്തോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ്, ജനങ്ങളോടുള്ള കേരളത്തിലെ ജനങ്ങളോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് എന്നാണ് എൻ്റെ വിശ്വാസം. പ്രധാനമന്ത്രി വളരെ വിലയേറിയ ഒരു സന്ദർഭം, ഐശ്വര്യമുള്ള ഒരു സന്ദർഭമാക്കി മാറ്റിയത്. കാരണം ഒരു ദൈവികമായ ഒരു പശ്ചാത്തലത്തിലാണ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. അത് അദ്ദേഹം കൂടി വന്നപ്പോൾ അത് എന്നും ഇരട്ടിയായി. കല്യാണത്തിനപ്പുറത്തെ സന്തോഷം എന്ന് വെച്ചാൽ അദ്ദേഹം ജനങ്ങളെ ഒരു സ്നേഹ ഒരു വാത്സല്യത്തിന് അടിമയാണ്. കാരണം അതാണ് അതിൻ്റെ കാര്യം. അത് എവിടെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് എവിടെ ഉണ്ടെങ്കിലും ഇപ്പം ഞാൻ പറയുന്നു 30 കല്യാണം ആശീർവാദ ശേഷം മാത്രമേ അത് കല്യാണം കഴിക്കാൻ പോയി എന്ന് പറയുമ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മാത്രമല്ല അതൊരു നല്ല ഒരു ഐശ്വര്യമുള്ള ഞങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കാരണം വിവാഹ സമയം വൈകിയവരെ ആശീർവദിച്ചതിന് ശേഷം മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP നേതാവ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു.